ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എന്തൊക്കെയാണ് എല്ലാവരുടെയും വിശേഷങ്ങൾ? എല്ലാവരും സുഖമായിരിക്കുന്നോ? അൽഹംദുലില്ലാ, എനിക്കും സുഖമാണ്. അപ്പോൾ നമ്മൾ പാക്കിങ്ങിലാണ് കേട്ടോ. നാരങ്ങ മിഠായും ചെറിയും ഒക്കെ ഹോൾസെയിൽ ഷോപ്പിലേക്കുള്ള പാക്കിങ്ങിലാണ്. അപ്പോൾ ഞാൻ ജസ്റ്റ് എനിക്കൊരു കമൻറ്റ് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിനൊരു റിപ്ലൈയും കൂടെ ആയിക്കോട്ടെ എന്നും പറഞ്ഞിട്ടാണ് ഈ വീഡിയോ ഞാൻ ചെയ്യുന്നത്. പിന്നെ എല്ലാവരുടെയും കച്ചവടങ്ങളൊക്കെ എന്ത് പറയുന്നു? ഉഷാറായി പോകുന്ന? നോമ്പൊക്കെ ആയിട്ട് റെസ്റ്റിലാണോ അതോ കച്ചവടങ്ങളൊക്കെ നടക്കുന്നുണ്ടോ? പിന്നെ എന്തായാലും നിങ്ങളുടെ കമൻറ്റിലൂടെ നിങ്ങളുടെ വിശേഷങ്ങളൊക്കെ അറിയുന്നുണ്ട്. അൽഹംദുലില്ലാ, കുറേ പേര് വിളിക്കുന്നുണ്ട് ബിസിനസ് സ്റ്റാർട്ട് ചെയ്യാനായിട്ടും ഡീറ്റെയിൽസൊക്കെ അറിയാനൊക്കെ ആയിട്ട്. അപ്പോൾ എന്നെക്കൊണ്ട് പറ്റുന്ന എല്ലാവർക്കും ഞാൻ മാക്സിമം പറഞ്ഞു കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഈ ഒരു റംസാൻ മാസത്തിൻ്റെ ബർക്കത്തുകൊണ്ട് നമ്മളിൽ കച്ചവടം തുടങ്ങിയവർക്കും ചെയ്തുകൊണ്ടിരിക്കുന്നവർക്കും തുടങ്ങാൻ പോകുന്നവർക്കും ഇനി വരുന്നവർക്കും എല്ലാവർക്കും അള്ളാഹു ബർക്കത്ത് തരട്ടെ. അപ്പോൾ ഒരുപാട് പേർക്ക് ഒരുപാട് പ്രയാസങ്ങളുണ്ട്. അസുഖങ്ങൾ കൊണ്ടാണെങ്കിലും സാമ്പത്തികമായിട്ടാണെങ്കിലും മാനസികം ശാരീരികം അങ്ങനെ ഒരുപാട് പ്രയാസങ്ങളുണ്ട്. അപ്പോൾ എല്ലാ പ്രയാസങ്ങളും റഹ്മാൻ റഹീമായ തമ്പുരാൻ നമുക്ക് എല്ലാവർക്കും മാറ്റി എല്ലാവരുടെയും ജീവിതം സന്തോഷത്തിലാക്കി തരട്ടെ. അതുപോലെ തന്നെ പാപമോചനത്തിനുള്ള 10ആണല്ലോ ഈ ഒരു 10. അപ്പം നമ്മളിൽ നിന്ന് വന്നു പോയിട്ടുള്ള വലുതും ചെറുതുമായ എല്ലാ രഹസ്യവും പരസ്യമായിട്ടുള്ള എല്ലാ പാവങ്ങളും പഠിച്ചും പുറത്തുമാപ്പാക്കി തരട്ടെ. എല്ലാവരും ഒരു ആമയും പറഞ്ഞോളി. അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ കഴിഞ്ഞ ദിവസം നമുക്ക് വന്നൊരു കമൻ്റ് ഉണ്ടായിരുന്നു. അതായത് 2 മാസമായി ഞാൻ കച്ചവടം തുടങ്ങിയിട്ട് വളരെ മോശമാണ്. ഞാൻ ഹോൾസെയിൽ ഷോപ്പിൽ പാക്ക് ചെയ്യുന്നതിൻ്റെ വീഡിയോ ആയിരുന്നു കാണിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഹോൾസെയിൽ ഷോപ്പിൽ ഞാൻ പോയി തിരക്കിയിട്ടുണ്ടായിരുന്നു. ഭയങ്കര പാടാണ്. നമ്മുടെ അടുത്തൊന്നും അവർ സാധനങ്ങൾ എടുക്കില്ല. അവരൊക്കെ വലിയ വലിയ കമ്പനിക്കാരിൽ നിന്നും നല്ല പ്രോഡക്ട്സുകളാണ് എടുക്കുന്നത്. അപ്പോൾ എനിക്ക് ഈ ഒരു ഫീൽഡ് മടുത്ത് നിർത്തി പോകാൻ തോന്നുന്നെന്നാണ് കമൻറ്റ് കണ്ടത് കേട്ടോ. അപ്പോൾ ഒരിക്കലും അങ്ങനെയൊന്നുമല്ല ഞാൻ. അപ്പോൾ നിങ്ങൾ വിചാരിക്കുന്ന പോലെ ഹോൾസെയിൽ ഷോപ്പിൽ ഒരു തുടക്കക്കാരൻ എന്ന നിലയ്ക്ക് കൊടുക്കാതിരിക്കുന്നതായിരിക്കും ബെറ്റർ. നമുക്കൊരു ലാഭം വരണമെങ്കിൽ നമ്മൾ ഹോൾസെയിലിന് അപ്പുറത്തോട്ട് റീറ്റെയിലായിട്ട് കച്ചവടം ചെയ്യുന്നതായിരിക്കും നല്ലത്. പിന്നെ അപ്പം ഞാൻ ഹോൾസെയിൽ കൊടുത്തു തുടങ്ങിയതെന്ന് പറഞ്ഞാൽ, ഞാൻ മേലാമുറി മാർക്കറ്റിൽ ഞങ്ങൾക്ക് കടയുള്ളത് കൊണ്ട് തന്നെ കടയിലേക്ക് സാധനങ്ങൾ എടുക്കാനായിട്ട് സ്ഥിരമായിട്ട് പോകുന്ന ആളാണ്. അപ്പോൾ മിഠായി ഐറ്റംസും പലചരക്ക് പച്ചക്കറി അങ്ങനെയുള്ള എല്ലാ സാധനങ്ങളും മേടിക്കാൻ പോയിട്ട് എനിക്ക് അവിടുത്തെ കടകളൊക്കെ കുറേ പരിചയമുണ്ട്. അപ്പോൾ നമ്മളുടെ കട എന്ന് പറയുമ്പോൾ ഒരുപാട് 10-15 വർഷം കൊണ്ട് നടത്തി വരുന്ന കടയായതുകൊണ്ട് തന്നെ കുറേ പേരിന് നമുക്ക് പരിചയമുണ്ട്. അപ്പോൾ ഞാൻ ഈ ഒരു സെയിൽ തുടങ്ങിയ ശേഷം ഈ ഒരു ബോർഡ് ഐറ്റംസിൻ്റെ കൂടെ കുറേ മിഠായികളൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെയാണ് ഹോൾസെയിൽ ഷോപ്പിൽ എനിക്ക് പരിചയം വരുന്നത്. അങ്ങനെ പരിചയപ്പെട്ട് കുറേ തവണയൊക്കെ പോയി കണ്ട് പരിചയമായ ശേഷമാണ് ഞാനിങ്ങനെ ഒരു ബിസിനസ് ചെയ്യുന്നുണ്ട്, എനിക്ക് എന്തെങ്കിലും പ്രോഡക്റ്റ്സ് ഇവിടെ വെക്കാൻ പറ്റുമോ എന്ന് ചോദിക്കുന്നത്. അപ്പോൾ ഓൾറെഡി അവിടെ ഓരോ ആൾക്കാർ പ്രോഡക്റ്റ്സുകൾ എല്ലാവരും ഒന്നും ഹോൾസെയിലായിട്ട് കൊടുക്കില്ല. അപ്പോൾ എങ്കിലും ഒരു 2-3 കുറച്ച് പേരൊക്കെ ഹോൾസെയിലായിട്ട് സാധനങ്ങൾ കടയിൽ അവിടെ വെച്ച് കൊടുക്കുന്നുണ്ട്. അപ്പോൾ അങ്ങനെയുള്ളൊരു തുടക്കക്കാരെന്ന നിലയ്ക്ക് നമ്മൾ വയ്ക്കുമ്പം അവർക്ക് ഭയങ്കര അസൂയയും കുശുമ്പും ഒക്കെ ഉണ്ടാവും. അപ്പോൾ അതിൻ്റേതായ പ്രശ്നങ്ങളൊക്കെ ഞാൻ അനുഭവിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതുപോലെ തന്നെ മുതലാളിൻ്റെ അടുക്ക നമ്മൾ ചോദിച്ചപ്പോൾ അവർ പറഞ്ഞു, ഇവിടെ ആ ഐറ്റംസൊക്കെ ഉണ്ട്. അതായത് ഉപ്പ് കടല, പച്ചപ്പട്ടാണി, മസാല കടല എല്ലാ ഐറ്റംസും ആ ഷോപ്പിൽ ഓൾറെഡി ഒരാൾ കൊണ്ട് വയ്ക്കുന്നുണ്ട്. അങ്ങനെ ഞാനും വെച്ചായിരുന്നു. അപ്പോൾ ഈ മുന്നേ വെച്ചുകൊണ്ടിരുന്ന ആൾക്ക് ഭയങ്കര കുശുമ്പായി ഞാൻ വെക്കുന്നതുകൊണ്ട്. അവരിൻ്റെ ആ ഒരു കച്ചവടം പോകുമോ എന്നുള്ളൊരു കുശുമ്പുണ്ടായിരുന്നു. അങ്ങനെ അയാളത് മുടക്കാൻ നോക്കി. അപ്പോൾ മുതലാളി നമ്മുടെ അടുത്ത് വന്ന് പറഞ്ഞു, ഇനി നിങ്ങൾ ഇത് വെക്കണ്ട, നിങ്ങളുടെ അതിൽ ക്വാണ്ടിറ്റി കുറവാണെന്നാണ് മുതലാളി എൻ്റെ അടുത്ത് പറഞ്ഞത്, ആ കടയിലെ ഓണർ. അപ്പോൾ ഞാൻ ചോദിച്ചു, ഞാൻ നിങ്ങൾക്ക് ഇവിടെ വെച്ച് തരുന്ന അവരുടെ പാക്കറ്റിലെ സാധനം തൂക്കി നോക്കിയിട്ടാണ് ഞാൻ കച്ചവടം സ്റ്റാർട്ട് ചെയ്തത്. അപ്പോൾ എന്തുകൊണ്ടാണ് എൻ്റെ ഇതിൽ ഇങ്ങനെ കുറവ് എന്ന് പറയുന്നത് എന്ന് ഞാൻ അവരോട് ചോദിച്ചു. അപ്പോൾ പിന്നെയാണ് എനിക്ക് മനസ്സിലായത്, അവർ ഇവിടെ വയ്ക്കുന്നതിന് എന്തെങ്കിലും നമ്മളെ മുടക്കാൻ പറഞ്ഞു കാണും. അതുകൊണ്ടായിരിക്കും അവിടുത്തെ ഓണർ അങ്ങനെ പറഞ്ഞത്. അങ്ങനെ ഞാൻ പറഞ്ഞു, കുഴപ്പമില്ല, ഞാൻ വെക്കുന്നത് ആൾക്ക് ഇഷ്ടമല്ലാത്തത് കൊണ്ടായിരിക്കും ഇങ്ങനൊരിത് പറഞ്ഞിട്ട് എന്നെ വെക്കുന്നതിന് മുടക്കിയത്
എനിക്ക് വിഷമമൊന്നുമില്ല, ഇനി തൊട്ട് ഞാൻ വയ്ക്കുന്നില്ലെന്ന് പറഞ്ഞു. അപ്പോൾ അവിടുത്തെ ആ ഓണറൊക്കെ പറഞ്ഞു, ഒരു കാര്യം ചെയ്യ്, ഇവിടെ ഇല്ലാത്ത പ്രോഡക്റ്റ്സ് നോക്കിയിട്ട് നീ കൊണ്ടുവന്ന് വെച്ചോ, കുഴപ്പമില്ല. അവർ വെക്കണത് നീ വെക്കണ്ട, നീ വേറെ എന്തെങ്കിലും ഐറ്റം വെക്കുകയെന്ന് പറഞ്ഞു. അപ്പോൾ അവിടെ ചെറിയും നാരങ്ങ മിഠായും ഒന്നുമില്ലായിരുന്നു, അല്ലാതുള്ള കടല ഐറ്റംസ് ആയിരുന്നു അവർ വെച്ചുകൊണ്ടിരുന്നത് കേട്ടോ. അങ്ങനെ ഞാൻ പിന്നെ ഇത് വെക്കാൻ തുടങ്ങി. പിന്നെയാണ് എനിക്ക് അവിടെ ഹോൾസെയിൽ കടയിൽ ഇങ്ങനൊരു ഇത് വരുന്നത്. അപ്പം പെട്ടെന്ന് ഒരാൾ പോയിട്ട് ഹോൾസെയിൽ ഷോപ്പിൽ പോയിട്ട് ഒരു കച്ചവടം വരിക എന്ന് പറയുമ്പോൾ അത് ഇച്ചിരി റിസ്ക് ഉള്ള കാര്യമാണ്. അപ്പോൾ നമ്മൾ സ്ഥിരമായിട്ട് പോയി പരിചയമുള്ളത് കൊണ്ടും അവിടുന്ന് സാധനങ്ങളൊക്കെ എടുക്കുന്നതിൻ്റെ ആ ഒരു പരിചയത്തിൻ്റെ പേരിൽ മാത്രമാണ് എനിക്ക് ഹോൾസെയിൽ ഷോപ്പിൽ ഒരു സെയിൽ ഇങ്ങനെ വെക്കാനുള്ള ഒരു അവസരം കിട്ടി. ഇങ്ങനെ ഒരു കമൻറ്റ് വന്നതുകൊണ്ട് മാത്രമാണ് ഞാനിങ്ങനെ ഒരു കാര്യം പറഞ്ഞത്. അപ്പോൾ ആരാണെങ്കിലും ഹോൾസെയിൽ ഷോപ്പ് കിട്ടിയില്ല എന്നും പറഞ്ഞ് വിഷമിക്കുകയൊന്നും വേണ്ട. നമ്മൾ നല്ലോണം ഒന്ന് പരിശ്രമിച്ച് കഴിഞ്ഞാൽ നമുക്ക് റീറ്റെയിലായിട്ട് ഷോപ്പ് എന്തായാലും കിട്ടും. നമുക്ക് അതിൽ തന്നെയാണ് കൂടുതൽ ലാഭവും കിട്ടുന്നത് കേട്ടോ. പിന്നെ ജെൻസിനാകുമ്പം ഈ ഒരു ഫീൽഡ് വലിയ ബുദ്ധിമുട്ടൊന്നും തോന്നില്ല, കൂടുതലും ലേഡീസിനായിരിക്കും. എങ്കിലും ചെയ്യാൻ പോകുന്നവർ, നമ്മൾ പുറത്തൊക്കെ അങ്ങനെ തുടങ്ങാൻ ഉദ്ദേശിക്കുന്നവർ പുറത്തിറങ്ങുമ്പോൾ ജസ്റ്റ് കടകളൊക്കെ ഒന്ന് നോക്കുക. നിങ്ങളുടെ ഭാഗങ്ങളിൽ ഇങ്ങനെയുള്ള ഐറ്റംസൊക്കെ ഉണ്ടെങ്കിൽ ജസ്റ്റ് ഒരു കവറ് 10 രൂപ കൊടുത്തൊരു കവറ് മേടിച്ചുകൊണ്ട് വന്ന് അതിൽ എത്ര ഗ്രാം ഉണ്ടെന്നൊക്കെ ഒന്ന് തൂക്കി നോക്കുക. നമ്മളുടെ ഇവിടെ 35 ഗ്രാമാണ്, പക്ഷേ വേറെ ഭാഗങ്ങളിലൊക്കെ 25 ഗ്രാമും 30 ഗ്രാമും ഒക്കെ ഇത് നമ്മളുടെ ഇതിനേക്കാളിലും ക്വാണ്ടിറ്റി കുറവിൽ കൊടുക്കുന്ന സ്ഥലങ്ങളും ഉണ്ട്. അപ്പോൾ ഈ പാലക്കാടല്ലാതെ വേറെ എവിടെയെങ്കിലും ജില്ലകളിൽ കാണുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ അവിടുത്തെ ആ ഒരു സാധനത്തിൻ്റെ റേറ്റ് അനുസരിച്ച് വേണം നിങ്ങളിതിന് വിലയിടാനായിട്ട് കേട്ടോ. അപ്പോൾ ഹോൾസെയിൽ ഷോപ്പിൽ ഞാൻ പോകുമ്പോഴൊക്കെ കണ്ടിട്ടുണ്ട് പുതിയ കച്ചവടക്കാരൊക്കെ വന്നിട്ട് ഒരു ഹോൾസെയിലായിട്ട് അവിടെ സാധനങ്ങൾ വെച്ച് കൊടുക്കാനായിട്ട് അവിടെ ഈ ഓണർമാരെ കാത്തു നിന്ന് അവരുടെ അടുക്ക സംസാരിക്കുന്നതും ബാർഗെയിൻ ചെയ്യുന്നതും ഒക്കെ ഞാൻ കണ്ടിട്ടുണ്ട്. അതുകൊണ്ട് ഏറ്റവും ബെറ്റർ ഓപ്ഷൻ റീറ്റെയിൽ ആയിട്ട് കൊടുക്കുന്നത് തന്നെയായിരിക്കും കേട്ടോ. അപ്പോൾ നമ്മൾ യാത്ര ചെയ്യുമ്പോഴൊക്കെ കച്ചവടം തുടങ്ങിയവരാണെങ്കിൽ പുറത്തൊക്കെ പോകുമ്പോൾ ഇതുപോലുള്ള ബോർഡ് ഐറ്റംസൊക്കെ ഷോപ്പുകളിലൊക്കെ കാണുന്നുണ്ടോ, അപ്പോൾ നമുക്കൊരു ഏരിയ പിടിക്കാൻ പറ്റും കച്ചവടത്തിനായിട്ട്. ഇന്ന ഏരിയ നമ്മൾ അതിൽ യാത്ര ചെയ്യുമ്പോൾ ജസ്റ്റ് അവിടുത്തെ കടകളൊക്കെ ഒന്ന് ജസ്റ്റ് നോക്കി വയ്ക്കുന്നതൊക്കെ നല്ലതാണ് നമുക്ക്. അപ്പോൾ അവിടെ കൊണ്ട് ചെല്ലാം കച്ചവടത്തിനായിട്ട്. അപ്പോൾ അങ്ങനെയൊക്കെ നോക്കി വയ്ക്കുന്നതൊക്കെ നല്ലതാണ്. ഈ ഒരു കച്ചവടം പിടിച്ചെടുക്കാൻ ബുദ്ധിമുട്ടാണോ എന്ന് ചോദിച്ചാൽ തുടക്കക്കാരെന്ന നിലയ്ക്ക് നമുക്ക് ലേഡീസ് ആണെങ്കിൽ പോകാനൊരു ചമ്മലായിരിക്കും, ചോദിക്കാനൊരു ബുദ്ധിമുട്ടുണ്ടാവും. അപ്പോൾ അതൊന്നും കാര്യമാക്കണ്ട, ഞാനും അങ്ങനെയൊക്കെ തന്നെയാണ് പോയി തുടങ്ങിയത്. ഇപ്പോൾ അൽഹംദുലില്ലാ എനിക്ക് കുറച്ച് കടകളുള്ളത് കൊണ്ട് അവിടെ തന്നെ ഞാൻ കൊടുത്തിങ്ങനെ മെയിൻറ്റെയിൻ ചെയ്ത് പോവുകയാണ് എൻ്റെ ഈ ഒരു കച്ചവടത്തിനെ. അപ്പോൾ കച്ചവടം കിട്ടുന്നില്ല എന്ന് പറഞ്ഞിട്ട് ആരും വിഷമിക്കേണ്ട കാര്യമൊന്നുമില്ല. നമ്മളൊക്കെ പല ഭാഗങ്ങളിലുമായിട്ട് കിടക്കുന്നതാണ്. എല്ലായിടത്തും തന്നെ ചെറിയ ചെറിയ കടകളും എല്ലാം കാണും. അപ്പോൾ ഒരിക്കലും കച്ചവടം കിട്ടാതിരിക്കുകയൊന്നുമില്ല. നമ്മൾ അതിനായിട്ട് ഇറങ്ങി തിരിച്ച് പരിശ്രമിച്ചാൽ തീർച്ചയായിട്ടും എല്ലാവർക്കും ഷോപ്പുകളൊക്കെ കിട്ടും. പിന്നെ കണ്ടിന്യൂസ് ആയിട്ട് നമ്മൾ കൊടുത്തുകൊണ്ടിരിക്കുമ്പോൾ നമ്മളുടെ അടുക്ക കടയിലെ കടക്കാർ നമ്മുടെ അടുക്ക ചോദിച്ചു തുടങ്ങും, ഇന്ന ഐറ്റംസ് ഉണ്ടോ, ഇന്ന സാധനം ഉണ്ടോ എന്ന് ചോദിച്ചു തുടങ്ങും. അപ്പോൾ നമുക്ക് എക്സ്ട്രാ ഇല്ലെന്നൊന്നും ആരും പറയരുത്, ഉണ്ടെന്നേ പറയാവൂ. എന്നിട്ട് പിന്നെ അടുത്ത തവണ നമ്മളത് പോകുമ്പോൾ കൊണ്ടുപോയി കൊടുക്കുമ്പം പിന്നെയും നമുക്ക് വേറെ വേറെ ഓർഡേഴ്സൊക്കെ കിട്ടും കേട്ടോ. അപ്പോൾ ഇങ്ങനെയൊക്കെ തന്നെയാണ് കച്ചവടം പിടിക്കുന്നത്. ഇതിലിപ്പം വലിയ ഡൗട്ട് വരേണ്ടിയുള്ള കാര്യമൊന്നുമില്ല. പിന്നെ ആദ്യമായിട്ട് പോകുമ്പോൾ അതിൻ്റേതായ പ്രയാസങ്ങളും കടകളൊക്കെ പരിചയപ്പെട്ട് വരുന്നതിൻ്റെയും സെയിലൊക്കെ പിടിച്ച് വരുന്നതിൻ്റെയൊക്കെ ബുദ്ധിമുട്ടുണ്ടാവും. അത് കുറച്ച് സമയം കഴിയുമ്പോൾ അതങ്ങ് മാറിക്കോളും. പിന്നെ നമുക്ക് ഓർഡറൊക്കെ വന്നു കഴിയുമ്പോൾ പിന്നെ നമുക്കിതിൽ ചെയ്യാനായിട്ട് ഇൻട്രസ്റ്റ് ആയിരിക്കും വരിക. പിന്നെ ആരും വിഷമിച്ചും തളർന്നൊന്നും ഇരിക്കേണ്ട ആവശ്യമില്ല. നല്ല ഉഷാറോടുകൂടെ എല്ലാവർക്കും തുടങ്ങാനും ചെയ്തവർക്കൊക്കെ മുന്നോട്ട് പോകാനും പറ്റട്ടെ. അപ്പോൾ നാരങ്ങ മിഠായി ഉണ്ടോ അതാണ്ട് പാക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. 10 രൂപേൻ്റെ പാക്കറ്റാണേ. ഇങ്ങോട്ടിട്ട് മോനെ അണ്ട്. അപ്പോൾ ഇതാണ് നാരങ്ങ മിഠായി, 10ൻ്റെ പാക്കറ്റാണ്. അപ്പോൾ നമുക്ക് കൂടുതലും ചുമപ്പും മഞ്ഞയും കളറിലാണല്ലോ വരുന്നത്. അപ്പോൾ ഇത് എടുക്കുമ്പോൾ നമ്മൾ ഈ ഒരു ബ്രാൻഡാണ് കേട്ടോ എടുക്കുന്നത്. ഇതാ കുക്കു എന്നുള്ള ഒരു ബ്രാൻഡാണ് എടുക്കുന്നത്. ഇത് പെട്ടെന്ന് മെൽറ്റ് ആവില്ല കേട്ടോ. ഈ നാരങ്ങ മിഠായി
അതാണ് ഇതിൻ്റെ ഒരു പ്രത്യേകത. എല്ലാ നാരങ്ങ മിഠായിയും അതുപോലെ ആയിരിക്കില്ല. അപ്പോൾ ഇനി ഇത് അടുത്തത് ഈ നാരങ്ങ മിഠായി കഴിയുമ്പോൾ നമ്മൾ ഈ ചെറിയാണ് പാക്ക് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഇതാ നാരങ്ങ മിഠായി അതുപോലെ ചെറി അതൊക്കെ നാളത്തേക്ക് 10 ബോർഡ് 20 ബോർഡ് നമുക്ക് ഹോൾസെയിൽ ഷോപ്പിലേക്ക് കൊടുക്കാനുണ്ട്. അപ്പോൾ അതിൻ്റെ പാക്കിങ്ങാണ് കേട്ടോ നടന്നുകൊണ്ടിരിക്കുന്നത്. അതിൻ്റെ പാക്ക് ചെയ്തിട്ടിരിക്കുകയാണ്. ഇതെല്ലാം ഒട്ടിച്ചെടുക്കണം. അപ്പോൾ കാര്യങ്ങളൊക്കെ ക്ലിയറായി കാണുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ വീഡിയോ. അപ്പോൾ എല്ലാവരുടെയും ദുആയിൽ എന്നെയും എൻ്റെ കുടുംബത്തെ ഉൾപ്പെടുത്തുക. അപ്പോൾ റമദാൻ മാസമൊക്കെ ആയിട്ട് എല്ലാവരുടെയും ദുആ പഠിത്തം സ്വീകരിക്കട്ടെ. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും വേണ്ടിയും എൻ്റെ ദുആയിൽ നിങ്ങളെല്ലാവരും ഉണ്ടായിരിക്കും. എല്ലാവരുടെയും ഞാൻ തീർച്ചയായിട്ടും പ്രത്യേകം എൻ്റെ സബ്സ്ക്രൈബേഴ്സിന് എല്ലാവർക്കും വേണ്ടി ഞാൻ ദുആ ചെയ്യുന്നതായിരിക്കും. അപ്പോൾ എൻ്റെ വീഡിയോസൊക്കെ ഇഷ്ടപ്പെടുവാണെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും അതുപോലെ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ ഒന്ന് കമൻ്റ് ഇടാനും മറക്കരുത്. എല്ലാവരും വീഡിയോ മാത്രം കണ്ടുപോവുകയാണ്. ഒരു ലൈക്ക് ചെയ്യാൻ പൈസയൊന്നും കൊടുക്കണ്ടല്ലോ, ഒരു ലൈക്ക് ചെയ്യത്തില്ല എല്ലാവരും. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. അതായത് എൻ്റെ ഈ വീഡിയോ കണ്ടിട്ട് നിങ്ങൾക്ക് എത്രമാത്രം പ്രയോജനമാകുന്നുണ്ടെന്നൊക്കെ നിങ്ങളുടെ കമൻറ്റിലൂടെയാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും വീഡിയോ കാണുന്നവർ കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ ഇൻഷാ അല്ലാഹ് അടുത്ത വീഡിയോയിൽ കാണുന്നവരെല്ലാവർക്കും ബൈ.